കഴിഞ്ഞ ദിവസം മോൻ്റെ സ്കൂളിലെ ഗ്രാജുവേഷൻ ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇത്. ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരെ കാണാം. അപ്പോൾ ഫ്രണ്ടിൽ വന്നത് ഹെഡ് മിസ്ട്രസ്സും മോൻ്റെ സ്കൂളിലെ ടീച്ചറുമാണ്, ക്ലാസ് ടീച്ചറുമാണ്. അപ്പോൾ അവരിത് മക്കളെ കൊണ്ടുവന്നു ബെഞ്ചിലൊക്കെ കറക്റ്റ് അതാത് സ്ഥാനത്ത് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എല്ലാവരും ഒരേപോലെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ അല്ലേ. മോനത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവനും ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനൊക്കെ ഇത് ഒരു ആദ്യത്തെ അനുഭവമാണ് വരുന്നത്. ഇനി അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് മോൻ്റെ. പിന്നെ അവൻ അതും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പൂവ് വൈറ്റ് കളർ ഫ്ലവർ ആയിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് കൊണ്ട് അവൻ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സായിട്ട് ഫോട്ടോസ് എടുത്തു. പിന്നെ ഹെഡ് മിസ്ട്രസിൻ്റെ വക ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു പിള്ളേർക്ക്. പിന്നെ അവർ തന്നെയായിരുന്നു പ്രെയർ ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. UKG ക്ലാസ്സിലെ കുട്ടികൾ തന്നെയായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രെയറൊക്കെ. പിന്നെ ടീച്ചേഴ്സിന് താങ്ക്സ് പറയുന്ന ഒരു സോങ് ആയിരുന്നു കേട്ടോ. അത് ബോയ്സും ഗേൾസും സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ പറയണ്ടായിരുന്നു. ആ സോങ്ങും ആക്ഷൻ സോങ് ആയിരുന്നു. അപ്പോൾ കുറച്ച് പിള്ളേർ കളിക്കുന്നുണ്ട്, കുറച്ച് പിള്ളേർ കളിക്കണില്ല, കുറച്ചൊരു മുഖത്ത് നോക്കിയിട്ടുണ്ട്. അത് ഭയങ്കര ക്യൂട്ട്നെസ് ആയിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സോങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഫോട്ടോസ് എടുക്കലായിരുന്നു കേട്ടോ. ഫോട്ടോസ് എടുക്കില്ല, ഒരാൾ അങ്ങോട്ട് വരിമ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരും, പിന്നെ ഒരാൾ മസിൽ പിടിച്ചിരിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ടീച്ചേഴ്സ് തന്നെ പറഞ്ഞു ഇങ്ങനെ മസിൽ പിടിച്ചിട്ട് നിൽക്കണ്ട, എല്ലാവരും ചിരിക്കും തലയാട്ടെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ടീച്ചർ പറഞ്ഞു കൊടുക്കണം കേട്ടോ എങ്ങനെ പോസ് ചെയ്യണം എന്താണെന്നൊക്കെ. അപ്പോൾ ഹെഡ് മിസ്ട്രസും ക്ലാസ് ടീച്ചറൊക്കെ ഒപ്പം നിന്ന് ഫോട്ടോസ് വീഡിയോ ഒക്കെ എടുക്കലാണ്. പിന്നെ രാജ ടീച്ചർ സ്വീറ്റ്സ് വിതരണമായിരുന്നു കേട്ടോ ഇടയിൽ കൂടെ. അതൊക്കെ കിട്ടിയപ്പോൾ മക്കൾ ഭയങ്കര ഹാപ്പി. കുറേ പേര് അത് തുറന്ന് നോക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചറിനെ പറഞ്ഞു ഇപ്പോൾ വേണ്ട, വീട്ടിൽ പോയിട്ട് അപ്പോൾ അതൊക്കെ സാവധാനത്തിൽ കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ സൈഡാക്കി കേട്ടോ സ്വീറ്റ്സ് ബോക്സൊക്കെ. പിന്നെ അവരുടെ ഫോട്ടോസ് എടുത്തത് പോരാന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഈ തലയാട്ടം പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ തലയാട്ടുമ്പോൾ നല്ലൊരു ക്യൂട്ട്നെസ് അല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തല ആട്ടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. മനസ്സൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ പിള്ളേരുടെ കലാപരിപാടികൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പാട്ട് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പേര് ബൈഹാർട്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും അവരെല്ലാവരും കണ്ടപ്പോൾ മറന്നു പോയി കേട്ടോ. ചിലർക്ക് സങ്കടം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ കുഴപ്പമില്ല അതുകൊണ്ട് ഭയങ്കര കോൺഫിഡൻസോടെ പിന്നെയും വന്ന് അത് ഭംഗിയായി പാടിപ്പോയ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ നല്ല കളർഫുൾ ഡേ ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷം കേട്ടോ. ടീച്ചേഴ്സിനാണെങ്കിലും ശരി, കുട്ടികൾക്കും പാരൻസിനും ഒക്കെ ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായി എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു ടൈം തന്നെയായിരുന്നു കേട്ടോ. നമ്മളെല്ലാം മറന്ന് ഈ ഒരു കുറച്ച് മണിക്കൂറുകൾ കുട്ടികൾക്കൊപ്പം വന്ന് നിന്ന് എല്ലാവരും സഹകരിച്ച് സന്തോഷത്തോടെ നമ്മൾ ആ ഒരു ദിവസം വേർപിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ 2 മാസം വെക്കേഷനൊക്കെയാണ് വരുന്നത്. ആ വെക്കേഷനിലും മക്കൾക്ക് ഈ ഒരു നല്ലൊരു ഓർമ്മയായിരിക്കും കേട്ടോ. ഈ ഫോട്ടോസും അതുപോലെ വീഡിയോസ് എടുക്കലും ഈ ഒരു സെലിബ്രേഷനും സ്വീറ്റ്സും അതൊക്കെ അവർക്ക് നല്ലൊരു ഓർമ്മയായിരിക്കും ഈ ഒരു വെക്കേഷൻ ടൈമിൽ. ഇനിയിപ്പോൾ എന്തായാലും 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് റീഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുവരെ നല്ലൊരു മനസ്സിനൊരു കുളിർമയുള്ളൊരു നിമിഷങ്ങളായിരിക്കും കേട്ടോ ഇത്.